പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. കോൺഗ്രസ് കൃഷ്ണപുരം നോർത്ത് സൗത്ത് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. സംസ്ഥാന സർക്കാർ പിൻവാതിൽ നിയമനം സ്ഥിരപ്പെടുത്തുന്നുവെന്ന് ആരോപിച്ചാണ് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. കൃഷ്ണപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. ഇടതുപക്ഷ സർക്കാർ പിൻവാതിൽ നിയമനം സ്ഥിരപ്പെടുത്താൻ നീക്കം നടത്തുന്നെന്ന് ആരോപിച്ചാണ് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. KPCC സെക്രട്ടറി N. രവി പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. സ്ഥിരപ്പെടുത്തുന്ന ഒരു നടപടിയുമായി രഹസ്യ നടപടിയുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നീങ്ങിയപ്പോൾ അത് പരസ്യമായി വാർത്താ മാധ്യമങ്ങൾക്കും ഒക്കെ ദൃശ്യമാധ്യമങ്ങൾക്കും ഒക്കെ അതിന്റെ രേഖകൾ ലഭിച്ചു എന്നുള്ളതാണ് വസ്തുത. നമുക്കറിയാം, ഇപ്പോൾ ഗവൺമെന്റ് തീരുമാനിച്ച് നടപ്പാക്കാൻ പോകുന്നത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കരാറടിസ്ഥാനത്തിൽ നിയമിച്ച ടെക്നിക്കൽ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഏതാണ്ട് 1000-ലധികം വരുന്ന ടെക്നിക്കൽ ജീവനക്കാർ ഈ നമ്മുടെ സംസ്ഥാനത്തെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിൽ ജോലി ചെയ്തു വരികയാണ്. അവരുടെ കാലാവധി അവസാനിച്ചാൽ വീണ്ടും വേണമെങ്കിൽ പഞ്ചായത്ത് കമ്മിറ്റിക്ക് കാലാവധി നീട്ടിക്കൊടുക്കാം. പക്ഷേ സ്ഥിരപ്പെടുത്തുന്നതിനുള്ള അധികാരം പഞ്ചായത്തുകൾക്കില്ല എന്നുള്ളതാണ്. മണ്ഡലം പ്രസിഡന്റ് K. പത്മകുമാർ അധ്യക്ഷത വഹിച്ചു. നോർത്ത് മണ്ഡലം പ്രസിഡന്റ് K. നാസർ, സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി, അഡ്വക്കേറ്റ് CA അൻഷാദ്, തണ്ടളത്ത് മുരളി, വയലിൽ സന്തോഷ്, നവാസ് വലിയ വീട്ടിൽ, ഷെരീഫ് കുഞ്ഞ്, ജ്യോതി അനീഷ്, റാം കിഷോർ, രാധാമണി രാജൻ, അജി ഗണേഷ്, അഖിൽ, സിന്ധു അജി, അജിത്, സേതുലക്ഷ്മി എന്നിവർ പങ്കെടുത്തു. പിൻവാതിൽ നിയമനങ്ങളുടെ ഒരു സുവർണ കാലഘട്ടമായിരുന്നു. സ്വതന്ത്ര കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിലെ പഞ്ചായത്തുകളിൽ മാത്രമല്ല, കേരളത്തിലെ സർവീസ് സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ സംഘടനകളുടെയും നേതൃത്വത്തിൽ സംസ്ഥാന ഗവൺമെന്റ് പൂർണ്ണമായ ആശീർവാദത്തോടെ സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകളിലും കരാർ ജീവനക്കാരുടെ ഒരു സുവർണ കാലഘട്ടം സൃഷ്ടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ന്യൂസ് ബ്യൂറോ, കായംകുളം.